പ്രിയ, പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തു. അതായത് പരസ്യത്തിലൂടെയല്ല, അല്ലാതെ പിണറായി സ്തുതികൾ പറയാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേന്മകൾ നാട്ടുകാരോട് പറയാൻ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കോ പണം കൊടുത്തു എന്നാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. അതും എവിടെയുമല്ല, ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. വി.ഡി. സതീശൻ അത്ര വലിയൊരു ഗുരുതരമായ, അതായത് മാധ്യമങ്ങളെ മാധ്യമപ്രവർത്തകരെയൊക്കെ വ്യക്തിപരമായും അല്ലെങ്കിൽ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. പരസ്യങ്ങൾ സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സർക്കാർ പരസ്യങ്ങൾ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പരസ്യങ്ങൾ മാധ്യമങ്ങൾ സ്വീകരിക്കാറുണ്ട്, പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിനപ്പുറം പിണറായി സ്തുതിക്ക് വേണ്ടി വ്യക്തിപരമായോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളോ പണം വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താ തോന്നുന്നു? അതായത് പിണറായി വിജയനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത്. ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇവർക്ക് ആർക്കും വായിൽ നാക്കില്ലായിരുന്നു. ഇവരാരും ഒരു വക മിണ്ടിയില്ലല്ലോ അവിടെ ഇരുന്നിട്ട്. അവർ പ്രതികരിച്ചു. എനിക്ക് വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള കൈരളിയുടെ റിപ്പോർട്ടർ എച്ച് ഷാജഹാനാണ്. സ്വാഭാവികമായിട്ടും സതീശനെതിരെ ആദ്യ പ്രതികരണം അവിടുന്നാണല്ലോ ഉണ്ടാവുക. പക്ഷേ അവിടെ മറ്റു മാധ്യമപ്രവർത്തകരും ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ ഇത്തരത്തിൽ എന്താണ് പറഞ്ഞ അതിന് വിശദീകരണം തരാൻ പറഞ്ഞപ്പോൾ വി.ഡി. സതീശന് ഉത്തരവില്ല, കിടന്ന് ഉരുണ്ട് കളിച്ച് മറ്റ് ചോദ്യങ്ങളിലേക്ക് വഴിമാറിപ്പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടുന്ന് തടിയൂരുകയാണ് വാസ്തവത്തിൽ സതീശൻ ചെയ്തത്. അതായത് സതീശൻ ഈ പറയുന്ന മാധ്യമങ്ങളാരും സ്വാധീനിക്കാറില്ലല്ലോ. സതീശനെ കൃത്യമായിട്ട് സ്വാധീനിക്കാൻ ആളുമുണ്ട്. നല്ലൊരു റിപ്പോർട്ടറായിരുന്ന, പ്രധാനപ്പെട്ട ഒരു ബ്യൂറോ ചീഫൊക്കെ ആയിരുന്ന ആളാണ് വി.ഡി. സതീശൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള. അപ്പോൾ പിന്നെ മാധ്യമങ്ങളെ ഒട്ടും സ്വാധീനിക്കില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന ആരോപണം അതുപോലെയല്ല. മാധ്യമങ്ങളെ സ്വാധീനിക്കുന്ന പിണറായി വിജയന് കഴിയും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഗുരുതരമാണ്. അത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിൻ്റെ 5ാം വാർഷികത്തിൽ പുതിയ ഒരു സർക്കാരിനെ കൂടി സ്ഥാനാരോഹണം ചെയ്യുന്നതിൻ്റെ ആദ്യ പടി, അത് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങളെ പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പിണറായി വിജയന് നിൽക്കക്കള്ളിയില്ല. ഇത്തവണ കൊണ്ട് ജനങ്ങൾക്ക് മതിയായി. തുടരും സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഭരണം തുടരുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കി. അപ്പോൾ ഈ ദുരിതം 1 കൊല്ലം കൂടി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടർ പോസ്റ്റർ വന്നത്. അതായത് ജനങ്ങൾ അങ്ങേയറ്റം പിണറായി വിജയനെ സഹായിച്ചിരിക്കുക. പിണറായി രാജവംശമാണ് ഇവിടെ ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ മരുമകൻ, അത് ഈ പറയുന്ന PWD മന്ത്രി, ടൂറിസം മന്ത്രി, പിന്നെ പിണറായി വിജയൻ്റെ ഭാര്യ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ, ചെറുമകൻ, ഈ പറയുന്ന തുറമുഖ ഉദ്ഘാടനത്തിന്, തുറമുഖത്തിൻ്റെ വിശദമായ ചർച്ചയ്ക്ക്, അതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ സകലയിടത്തും കയറി ഇറങ്ങുകയല്ലേ. ഇനിയിപ്പോൾ ദേശീയപാത പൊളിഞ്ഞെടുത്ത് പോകുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ, ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട്. കൃത്യമായി ജനവികാരം ഉണ്ട്, ഭരണപരമായ വീഴ്ചകളുണ്ട്, ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുണ്ട്, മറ്റ് കേസുകളുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ പൈസ കൂടി നൽകുന്നു. അല്ല, ഇത്തരം ആരോപണങ്ങളും കേസുകളും നൂലാമാലകളും ഒക്കെ നിലനിൽക്കെ അത് കൃത്യമായി മുതലാക്കാൻ പറ്റിയ പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ? ഈ പിണറായി സർക്കാർ 3ാം വട്ടവും വരുമെന്ന് പറയുന്നതിൽ അതിൻ്റെ പ്രധാന നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം ദുർബലമാണ്. ആ കാരണം കൊണ്ട് പിണറായിക്ക് ഒരു 3ാം സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഉറപ്പായിട്ടും. അതായത് കോൺഗ്രസിൻ്റെ കഴിവ് കൊണ്ടല്ല പലപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വരാറില്ല. ഇവന്മാരെ വരിച്ചു മൂടിച്ച് നാശ കോട്ടയായി കഴിയുമ്പോഴത്തേക്ക് വി എസ് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി വന്നതേ. ഉമ്മൻചാണ്ടിയുടെ കഴിവുണ്ടായിരുന്നില്ലല്ലോ. കാരണം 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിലല്ലേ കയറി വന്നത്. അങ്ങനെ കയറി വന്ന സർക്കാർ എന്തുകൊണ്ടാണ് വരുന്നത്? ഇവന്മാരെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്, ഇനിയും വയ്യ ഈ ദുരിതം തുടരാനെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസിനെ കൊണ്ടുവരിക. എന്നാൽ അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതായത് ഉണ്ടായിരുന്ന നേതാക്കളെ, നല്ല നേതാക്കളെ തല്ലി പുറത്താക്കി, ചവിട്ടി പുറത്താക്കി, അടുത്ത് ആരെ കൊണ്ടുവരുന്നു? ദുർബലനായ നേതാവിനെ കൊണ്ടുവരുന്നു. എന്തിനു കൊണ്ടുവരുന്നു? ഈ പറയുന്ന കെ.സി. വേണുഗോപാലിനെ പോലെയുള്ളവർക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആകാനുള്ള ലക്ഷ്യം വെച്ചിട്ട്. അപ്പോൾ വി.ഡി. സതീശൻ ചുമ്മായിരിക്കുമോ? അങ്ങനെ എന്നെ തല്ലിയിട്ട് നീ ജയിക്കേണ്ടതാ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവില്ലേ? ഈ പറയുന്ന രമേശ് ചെന്നിത്തല വെറുതെ ഇരിക്കുമോ? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ഈ ചക്കളത്തി പോരെന്ന് പറയും. ചക്കളത്തി പോരല്ല, ശരിക്കും അത് ശരിക്കുള്ള പോരാ. ചക്കളത്തി പോരാണെങ്കിൽ അവരെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കും. ഇത് ആ പോരല്ല, ഇവർ തമ്മിലടിക്കുന്ന പോരാ. ഈ പറയുന്ന ഒരു കഥയുണ്ട്. അതായത് ദേവന്മാർക്കും അസുരന്മാർക്കും ഒരേ സമയത്ത് സദ്യ വിളമ്പി. അപ്പോൾ എന്നിട്ട് ഇവരുടെ കൈയെല്ലാം വലിയ കമ്പ് വെച്ച് കെട്ടി നിവർത്തി മാത്രം വെച്ചു. അപ്പോൾ ഇവർ കഴിക്കാൻ പറ്റില്ലല്ലോ കൈ കെട്ടി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കയ്യിലെ തവി പോലുള്ള സാധനമാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ദേവന്മാർ അപ്പുറവും ഇപ്പുറം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഏതൊക്കെ വേണം എന്ത് വേണം എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. പക്ഷേ ഇത് കഴിക്കാൻ പറ്റാത്ത അസുരന്മാർ ഒരുത്തൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ തട്ടിക്കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു.
ഇത് കോൺഗ്രസ് അസുരന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പാളിച്ചയുണ്ട്. കോൺഗ്രസ്സിന് അധികാര ലക്ഷ്യം ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതിനുള്ള പ്രാപ്തി ഉണ്ടോ? ഇല്ല. തികഞ്ഞ ഒരു നേതാവില്ല. ഒരു നേതൃത്വത്തിൻ്റെ അഭാവമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റയാൾ CPM-ൽ നിന്നുകൊണ്ട് LDF-നെ ആകെ ഭരിക്കുന്നത് പോലെ UDF-നെ നിയന്ത്രിക്കാൻ ഒരാളില്ല. അതെ, അതികായനായ ഒരാൾ വേണമായിരുന്നു. ഉമ്മൻചാണ്ടിയോടുകൂടി അത് കഴിഞ്ഞു. AK ആന്റണിക്ക് ജയിച്ചടക്കാൻ പോലും വയസ്സായി. വന്ധ്യവയോധികനായ ആ മനുഷ്യന് ഇനി വന്ന് പാർട്ടിയെ നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, KC വേണുഗോപാൽ അവിടെ കുപ്പായം തയ്ക്കുന്നുണ്ട്. അതെ, KC വേണുഗോപാൽ. പക്ഷേ KC വേണുഗോപാലിനെ ആലപ്പുഴക്കാർക്ക് ഇപ്പോൾ അറിയാം. ഈ പറയുന്ന സാമാന്യ ജനത്തിന് എത്ര പേർക്ക് KC വേണുഗോപാൽ സുപരിചിതനാണ്. ഇപ്പോൾ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ പറയും പോലെ അറിയാവുന്നത്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാണിച്ച് ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന ഒരു ശക്തനായ നേതാവാക്കി മാറ്റാം. പക്ഷെ അതിന് ഇവരൊരിക്കലും സമ്മതിക്കില്ല. കാരണം എങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കേണ്ടി വരും. നമ്മൾ സതീശൻ്റെ ആരോപണത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ പരസ്യം, സർക്കാർ പരസ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പായിരുന്നു ദൃശ്യമാധ്യമങ്ങളിൽ പ്രൈം ബാൻഡ് സ്ലോട്ട് വാങ്ങിക്കൊണ്ട് കിഫ്ബിയുടെ അരമണിക്കൂർ പ്രോഗ്രാം ഇങ്ങനെ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റ് ചാനലുകളെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നാം മുന്നോട്ട് എന്ന തരത്തിൽ അരമണിക്കൂർ പ്രോഗ്രാമൊക്കെ കാണിക്കുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. സർക്കാരിൻ്റെ ഇത്തരം, അതായത് ഒരു ചാനൽ അരമണിക്കൂർ സ്ലോട്ട് വാങ്ങിക്കുക എത്ര രൂപയുടെ ചിലവാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ. ഒരു ചാനലിലല്ല, പല ചാനലുകളിൽ കാണിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ അടുത്ത പിണറായി സർക്കാരിന് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടലാണ് വരുന്നതെന്നും പറയും. അപ്പോൾ ഇനിയും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും വലിയ രീതിയിലുള്ള പരസ്യ കോലാഹലങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് ഉണ്ടാക്കാനായിട്ടുള്ള വാർഷികാഘോഷത്തിന് ഏതാണ്ട് 45 കോടി രൂപയാണ് ഇപ്പൊ ചെലവാക്കിയത്. ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ മേളകൾ നടത്തുന്നു. അതെ, വലിയ രീതിയിലുള്ള അടക്കം വലിയ പരിപാടികളൊക്കെ നടത്തുന്നു. അതെ, ഈ പറയുന്ന ഇത്രയും ചെലവ് ചെയ്ത് ഈ പറയുന്ന സാമ്പത്തികമായി നട്ടം തിരിഞ്ഞ് പെൻഷൻ കൊടുക്കാൻ ഗതിയില്ലാതെ ആൾക്കാർ വിഷുവിന് പട്ടിണി കിടക്കുന്ന ജീവനക്കാരുണ്ടായിരുന്ന സ്ഥലമായത്. ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമരം 100 ദിവസമായില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന പോലും കൊടുക്കുന്നില്ലല്ലോ ഈ സർക്കാർ. എത്ര കുട്ടികളാണ് ആ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നിരുന്ന് PSC റാങ്ക് ലിസ്റ്റ് നാളെ റദ്ദാകും, ഒരു നിയമനം നടത്തൂ എന്ന് പറഞ്ഞ് കെഞ്ചുന്നത്. ഒരു അമ്മ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ചു, അറിയാമോ? അതായത് രാഷ്ട്രീയക്കാർ ഇവിടെ വോട്ട് ചോദിച്ചു വരരുത്, എൻ്റെ മകൻ 4 വർഷമായി PSC-യിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞ് അഡ്വൈസ് മെമ്മോ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവൻ നിങ്ങളെ കൈവച്ചാൽ ഞാൻ ഉത്തരവാദിയിൽ ഒരു അമ്മ ബോർഡ് എഴുതി വീടിൻ്റെ മുമ്പിൽ വെച്ചതാണ്. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ അപ്രഖ്യാപിത നിയമന നിരോധനം വരെ ഈ പറയുന്ന സർക്കാരിൻ്റെ കാലത്ത് നടത്തുന്നു. എന്നിട്ടോ പിൻവാതിൽ നിയമനങ്ങളുടെ അയ്യര് കളിയാണ്. എല്ലായിടത്തും താൽക്കാലിക നിയമനങ്ങളിലൊക്കെ ആരാ വരുന്നത്? സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള. എന്നിട്ടോ ഈ സർക്കാരിന് പിടിച്ചു നിൽക്കാവുന്നുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുമില്ല. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ പിണറായി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാലം കൂടി കഴിഞ്ഞാൽ CPM ഇപ്പം കാണുന്ന കോൺഗ്രസിൻ്റെ അതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് താഴോട്ട് പോകും. അവരുടെ സാമ്പത്തികമായ സ്ഥിതി പോലും നഷ്ടമാകും. ഈ പറയുന്ന ഇടതുപക്ഷം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എവിടെ ഭരണം പോയാലും കേരളത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. എന്താ, സഹകരണ ബാങ്കുകളുണ്ട്. ഈ പറയുന്ന സർക്കാരിനുള്ളതുപോലെ തന്നെ അത്രയും വലിയ ശക്തി പാർട്ടിക്കുണ്ടായിരുന്നു. ആ ഫണ്ടുകൾ പോലും ഒരു 10 കൊല്ലം കാരണം അധികാരത്തിൽ ഇല്ലാതിരുന്നെങ്കിൽ UML, അതായത് മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ ഏതാ? അത്തരത്തിലൊരു ഗതികേടിലേക്ക് ഈ പറയുന്ന ഇടതുപക്ഷം CPM ഒക്കെ തകർന്നടിയുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആസ്ഥാനമൊക്കെ വെച്ചാൽ അതെങ്കിലും കാണുമല്ലോ, കയറിക്കിടക്കാണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ലെന്ന്. അതിനനുസരിച്ച് ഇപ്പോഴത്തെ പല നേതാക്കളും അടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോക്ക് ഇടതുപക്ഷത്തിൻ്റെ അന്ത്യത്തിലേക്കാണെന്നുള്ളത് ഒരു തിരിച്ചറിഞ്ഞാൽ 1 വർഷവും കൂടെ അധികാരം കിട്ടും. അത് അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവസാന വർഷത്തിൽ എല്ലാ ആയുധങ്ങളും VD സതീശത്ത് പ്രയോഗിക്കും. അതിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകി എന്ന് പറയുന്ന ഗുരുതര ആരോപണം. ഇതിന് പിന്നിൽ ശക്തമായ അന്വേഷണം വേണം. ഏതൊക്കെ മാധ്യമപ്രവർത്തകർ എന്നുള്ളത് കൂടി VD സതീശൻ വെളിപ്പെടുത്തണം. അങ്ങനെ പണം വാങ്ങിയ മാധ്യമപ്രവർത്തകരുടെ പേരടക്കം വെളിയിൽ വിട്ടുകൊണ്ട് പരസ്യമായിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ VD സതീശൻ തയ്യാറാകണം. അവർക്കെതിരെ അന്വേഷണം നടത്തണം. കൃത്യമായ അന്വേഷണം നടത്തി സർക്കാരിൻ്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.